ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എനി വീഡിയോ. അപ്പോൾ 2025 നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു. +2 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എക്സാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ലെവലുണ്ടായിരുന്ന 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പരിചയപ്പെടുത്താം. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് രണ്ടും. അപ്പോൾ മൊത്തം 4 മാർക്ക് കിട്ടും. അപ്പോൾ ഡീവാലുവേഷനും റീവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി. അഥവാ നമ്മുടെ കമ്പോള സമ്പദ് വ്യവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതണം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു അത്. പക്ഷേ അതിൽ 14ാമത്തെ ചോദ്യം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യമാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 14ാമത്തെ ചോദ്യം വന്നിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ മാക്രോയിൽ അവസാനത്തെ ചാപ്റ്റർ ഉണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് എക്കോണമിയുടെ കാര്യം വന്നിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈക്രോയിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, നമുക്ക് പറയാൻ പറ്റും മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അവിടെ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഡീവാലുവേഷൻ റീവാലുവേഷൻ നമ്മൾ ബന്ധം എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന സംഗതിയാണ്. എന്താണ് പറയുക? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ് ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്? നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. അതിലാണ് രണ്ടും വരുന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാല്യൂ കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് കറൻസി വാല്യൂ കുറക്കുന്നതിന് നമ്മൾ പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ എഴുതിയേക്കാം, റെഡ്യൂസ് കറൻസി വാല്യൂ ബൈ ഗവൺമെൻറ്. ഓക്കെ, ബൈ ഗവൺമെൻറ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? റെഡ്യൂസ് പണത്തിൻ്റെ മൂല്യം അല്ലേ. പണത്തിൻ്റെ മൂല്യം ഗവൺമെൻറ് ആണ് ഇവിടെ കുറക്കുന്നത്. പണത്തിൻ്റെ മൂല്യം, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി ആയിട്ടാണ് പറഞ്ഞത്. പണത്തിൻ്റെ മൂല്യം സർക്കാർ എന്ത് ചെയ്യുന്നു, ഇവിടെ കുറക്കുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ റീവാലുവേഷൻ എങ്ങനെയാണോ? അല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഇത് ഓർത്തൊക്കെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ വാല്യൂ കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. കറൻസി വാല്യൂ ഇവിടെ കൂട്ടുന്നതിനാണ് നമ്മൾ പറയുന്നത് കറൻസി വാല്യൂ ബൈ ഗവൺമെൻറ്. അപ്പോൾ സെയിം തന്നെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം. ഒന്ന് വാല്യൂ ഇവിടെ കുറക്കുകയായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഇവിടെ വാല്യൂ കൂട്ടുകയാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കൂട്ടുന്നു. ഓക്കെ, മൂല്യം എന്ത് ചെയ്യുന്നു, മൂല്യം കൂട്ടുന്നു. ആരാ ചെയ്യുന്നത്? ബൈ ഗവൺമെൻറ് ആണ്, അഥവാ ബൈ സർക്കാരാണ് ഈ കാര്യം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം തരും, ഇത് രണ്ടും നമുക്കിത് എങ്ങനെ ഓർത്ത് വെക്കാൻ എന്നുള്ള കാര്യം നോക്കാം. നമുക്കറിയാം, ഡീമോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളെ തളർത്തുന്ന കാര്യമാണല്ലേ. തകർത്തു പോകുന്നാൽ ഡീമോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഡീസെൻട്രലൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ തന്നെ എന്താണ്, അത് നമ്മുടെ വാല്യൂ എന്തെങ്കിലും കുറക്കുന്ന കാര്യമായിരിക്കും അല്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇനി അത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് മാത്രമാണ് സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. നമ്മൾ റീവാലുവേഷൻ എന്താണെന്ന് ആലോചിക്കുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കൂടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, റീവാലുവേഷൻ കൊടുക്കില്ലേ. ആർക്ക് കൊടുക്കുക? ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ റീവാലുവേഷൻ എന്തിനാണ് കൊടുക്കുന്നത്? മാർക്ക് കൂടാൻ വേണ്ടിയിട്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. റീവാലുവേഷൻ നമ്മൾ കൊടുക്കുന്നത് ഗവൺമെൻറ്റിനായിരിക്കും. ഗവൺമെൻറ് അടുത്ത് കൊടുക്കുന്നതിനാണ് മാർക്ക് കൂടാൻ നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചൊന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കി. ഇപ്പം തന്നെ ആൻസർ കിട്ടും നിങ്ങൾക്ക്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കറൻസി വാല്യൂ കൂട്ടുന്നതിന് പറഞ്ഞവരാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി കറൻസി വാല്യൂ എന്ന് പറഞ്ഞല്ലോ, ഇത് ഏത് കറൻസിയാണ്? നമ്മുടെ രാജ്യത്തെ കറൻസിയാണ് കേട്ടോ, ഡൊമസ്റ്റിക് കറൻസി. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസി ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം. നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഗവൺമെൻറ്റോട് ഇടപെട്ട് കൂട്ടുന്നതിന് പറയുന്ന പേര് റീവാലുവേഷനും കുറക്കുന്നതിന് പറയുന്നവർ ഡീവാലുവേഷനാണ്. ഓക്കെ, ഇത് രണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ഇനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി പറയുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് എക്കോണമിയുടെ 2 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഒന്ന് നമുക്കറിയാം, അവിടെ എന്താ ഉണ്ടാവുക, പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഉണ്ടാവുക. അഥവാ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. എന്തായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ലാഭം നേടുക എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? പ്രൈവറ്റ് ഓണർഷിപ്പ് പറഞ്ഞു. ഇനി അവർ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന പേരിലും അവർ അറിയപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ 2 ഫീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 പറഞ്ഞു. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് 3 എഴുതിയേക്കാം, കുഴപ്പമില്ല. ഇനി അതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയേക്കാം അല്ലേ. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയുന്നത് അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക തന്നെയാണ്. കാരണം അവർ വിപണി കമ്പോള സമ്പദ് വ്യവസ്ഥയാണ് തീരുമാനിക്കുന്നത്. ഇനി അവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? പ്രൈസ് മെക്കാനിസമാണ് അവർ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസത്തിൻ്റെ മലയാളം എന്താ? ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും മലയാളം അറിയെങ്കിൽ പോലും പ്രൈസ് മെക്കാനിസത്തിൻ്റെ മലയാളമാണ് വില സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വില സിദ്ധാന്തമാണ് അവിടെ ഉപയോഗിക്കാറുള്ളത് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളിൽ നോക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നോക്കുക, 2 മാർക്കാണെങ്കിൽ പോലും വൃത്തിയായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, വീണ്ടും കാണാം.